ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ പതിവ് പോലെ നമ്മുടെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഈ വെയിലടിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. ജോലികളൊക്കെ ചെയ്യാനൊക്കെ നല്ല മടിയാണ്. ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്. ഹാഫ് വർക്കിംഗ് ഡേ ആണ്. അവർക്ക് 12:30 വരെയൊക്കെയാണ് ക്ലാസ് ഉള്ളത്. കൂടാതെ അവർക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ. അതിങ്ങനെ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉച്ച ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ലഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. ലേറ്റായിട്ടാണ് ഇന്ന് ലഞ്ച് ചെയ്യാമെന്ന് കരുതുന്നത്. പക്ഷേ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവേണ്ടത്. പിന്നെ സ്നാക്സും കൂടി കൊടുത്തു വിടണം. സാധാരണ 2 നേരത്തെ സ്നാക്സാണ് കൊടുക്കേണ്ടത് ഫുൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ. ഇന്നിപ്പോൾ ഹാഫ് ഡേ ആയ കാരണം കൊണ്ട് ഒരു സ്നാക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമയം ഉണ്ട്. നമുക്ക് ലഞ്ച് രാവിലെ ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ ഞാനിങ്ങനെ നമ്മുടെ ബാൽക്കണി ഗാർഡനിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ് ചെടികളൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഷബാന മാഹിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, നമ്മുടെ സബ്സ്ക്രൈബറാണ്, പുള്ളിക്കാരി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. ശരിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് കൂടുതലായിട്ട് ഇടുന്നുമുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ അത് ഒഴിവാക്കി തുടങ്ങണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ രാവിലെ സമയമുള്ളത് കൊണ്ട് ചെറിയൊരു കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചോളം കൊണ്ടിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ചോളം ഉണ്ടല്ലോ, നമ്മുടെ പച്ചച്ചോളം നമ്മളിങ്ങനെ മേടിക്കുമല്ലോ, അത് വെച്ച് ചെയ്യുന്ന ഒരു ദോശ റെസിപ്പിയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ചോളം ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ കുറേ ചോളം ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അത് ഞാനിങ്ങനെ അരച്ച് മാവിലേക്ക് ചേർക്കാമെന്ന് കരുതി. ദോശമാവ് ഞാൻ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എടുത്തതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. ഈ ചെറിയ പാത്രത്തിൽ വെച്ചാലാണ് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കാനും പറ്റുള്ളൂ കേട്ടോ. വലിയ പാത്രത്തിൽ വെച്ചിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് മാവ് ആ വലിയ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ചെയ്തത്. ഇനിയിപ്പോൾ ചോളം എന്തായാലും ഇതിലേക്ക് അരച്ച് ആ മാവിലേക്ക് മിക്സ് ചെയ്തെടുക്കാം വലിയ പാത്രത്തിലേക്ക്. പിന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ ചോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 പിടിക്ക് മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അരച്ചെടുക്കണം. തരികളായിട്ടൊന്നും കിടക്കാൻ പാടില്ല. നല്ല മഷി പോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ചോളം അരച്ചെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു അളവൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് അധികം വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് 2 പിടിയോളം ചോളം എടുത്തിട്ടാണ് അരച്ചെടുത്തത്. എന്നിട്ട് ഈ മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ദോശ മാവിൻ്റെ പരുവത്തിനൊന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നല്ല മഷിയായിട്ട് അരച്ചെടുക്കുക. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് കടുക് താളിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഞാൻ ദോശമാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ താളിപ്പും ഒരു സൈഡിൽ തയ്യാറാക്കിയിട്ട് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ദോശ കഴിക്കുന്നൊരു ടേസ്റ്റേ അല്ല കേട്ടോ. പച്ച ചോളം ആയ കാരണം കൊണ്ട് ഒരു ചോളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല എരിവും ഒക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ 2-3 തണ്ട് കറിവേപ്പില കൂടി നിങ്ങൾക്ക് ഇതിലേക്കിട്ട് അരയ്ക്കാമായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഞങ്ങൾ 2 ദോശ വെച്ച് എല്ലാവരും കഴിച്ചു. ആമിക്ക് 1 ആണ് കൊടുത്തത്. പിന്നെ സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നേനെ കേട്ടോ. ഞാനിപ്പോൾ സാമ്പാറൊന്നും വെച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വിളക്കൊന്ന് വെച്ചിട്ടുണ്ട്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് രാവിലെ വിളക്ക് വയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ രാവിലെ വിളക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആമി സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ ഞാൻ ടെറസിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ തലേ ദിവസം വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ മുറത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ ഒരു കമ്പോസ്റ്റ് ഇടുന്ന ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡാണ് വെജിറ്റബിൾ വേസ്റ്റ് ഇതിലേക്ക് കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കമ്പോസ്റ്റിൽ ഇടാനായിട്ട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി കൊണ്ടുവന്ന് ഇതുപോലെ കത്തിരിക്ക ചെടിയിലാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ വേസ്റ്റ് നമുക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ചെടികളോടൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം ഇവരുമായിട്ട് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടെ ഇരുന്ന മണ്ണെല്ലാം ഞാൻ ചെറിയ ചെടിച്ചട്ടികളിലേക്ക് മാറ്റിയിട്ട് 10 മണികൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഈ കണ്ടത് കേട്ടോ, താഴെ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അത് ഞാൻ ഈ സ്ഥലത്ത് ഭയങ്കര വെയിലായ കാരണം കൊണ്ട് ആ തെറ്റിയുടെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തെറ്റിച്ചെടിയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൂക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു തെറ്റിച്ചെടി വെച്ചപ്പോഴത്തേക്കും അത് പൂത്ത് കിട്ടുന്നതൊക്കെ. പിന്നെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ടെറസിലൊക്കെ നിന്ന് ചെടികളോടൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും കേട്ടോ. ആമിക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് മേലോട്ട് കയറാനൊക്കെ പറ്റുള്ളൂ. ലീവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ വരത്തില്ല കേട്ടോ. മിക്കവാറും ഞാൻ മേലോട്ട് വരാനായിട്ട് നിൽക്കാറില്ല, സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ വെള്ളം ഒഴിക്കാനും മറന്നു പോകും കേട്ടോ, പ്രത്യേകിച്ച് വീക്കെൻഡിൽ. അല്ലാത്ത വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് വരാനൊക്കെ തോന്നും. പിന്നെ താഴേക്ക് വന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ വേണ്ടാതെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വർഷത്തിൽ ഒരു തവണ ഇതുപോലെ നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങൾ ഇതുപോലെ വേസ്റ്റായി വരുന്നതും എന്തെങ്കിലും പൊട്ടലൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ കുഴിവൊക്കെ വീണിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് മാറ്റിയിട്ട് പുതിയ പാത്രങ്ങൾ മേടിക്കാറാണുള്ളത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൻ്റെ ആ ഒരു അടിഭാഗത്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ചധികം പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അലുമിനിയം പാത്രങ്ങളിലുള്ളത് മാറ്റണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ശരവണ സ്റ്റോറിൽ നിന്നിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഹസ്ബൻഡ് ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമി സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് പോകാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമാണ് പോകാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പുട്ടുകുറ്റി ഉണ്ടോ, ഇതാണെങ്കിൽ ശരിക്കും ആവി കയറുന്നില്ല. പിന്നെ ഇത് അലുമിനിയത്തിലുള്ളതുമാണ്. അപ്പോൾ അതും മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം കുക്കർ മാറ്റുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടാത്ത പാത്രങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയവും പിന്നെ ഒരു കെറ്റിലൊക്കെ ഞാൻ 2 വർഷം മുന്നേ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതൊക്കെ കേടായി തുടങ്ങി, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം, പക്ഷേ ഞാനത് എന്തായാലും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തു. നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ബിഗ് ഷോപ്പറിനകത്ത് നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു ചാക്കിലും കൂടിയൊക്കെ ആക്കിയിട്ട് 2 ഇതായിട്ടൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അവൾ വരുമ്പോഴത്തേക്കും പിന്നീട് അവളെ ട്യൂഷന് വിടണമായിരുന്നു. വൈകുന്നേരമാണ് ട്യൂഷന് പോവേണ്ടത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചേക്കുവാണെങ്കിൽ പോകാൻ നേരത്ത് നമുക്ക് കുറച്ചൊന്ന് ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും പുറത്ത് പോവല്ലേ, അപ്പോൾ ഇന്നെന്തായാലും ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കുറച്ച് നേരം എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഐബ്രോസൊക്കെ ഒന്ന് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ത്രെഡിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാർമസിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഫേസൊക്കെ ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഫേസ് മൊത്തത്തിൽ അങ്ങനെ ചെയ്യാറില്ല, ആ ഒരു ത്രെഡ് ചെയ്യുന്ന പോർഷനിലും നെറ്റിയുടെ അവിടെയും പിന്നെ അപ്പർ ലിപ്പ് ഹെയർ ഉണ്ട് എനിക്ക് കുറച്ച്, അപ്പം അവിടെയൊക്കെയാണ് ചെയ്യുന്നത്. അല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വളർന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അതിങ്ങനെ വളർന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഫീലിംഗ് നമുക്ക് തന്നെ തോന്നും കേട്ടോ. ഒരു വല്ലാത്തൊരു കോൺഫിഡൻസും മാത്രമല്ല നമുക്ക് തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോഴത്തേക്ക് ഒരു ഗ്ലോ ആയ പോലെയൊക്കെ തോന്നും. പിന്നെ ഫേസ് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഫേസൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ഇടുമ്പോഴും ഒക്കെ നമുക്ക് കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. മേക്കപ്പൊക്കെ നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവും.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ അലർജിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർമസിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ഞാൻ റെഡിയാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് എന്തായാലും നെയിൽ പോളിഷും കൂടി ഇടാമെന്ന് കരുതി കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് മാറ്റാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് കേട്ടോ നെയിൽ പോളിഷ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു വീക്ക്നെസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പിങ്കാണ് ഇരിക്കുന്നത്, അത് ഞാൻ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് തൈര് സാദം ഉണ്ടാക്കണമായിരുന്നു. ചോറ് വെച്ചായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ തൈരൊക്കെ മിക്സ് ചെയ്ത് പോമഗ്രനേറ്റൊക്കെ ഇട്ടിട്ട് തൈര് സാദവും മാങ്ങ അച്ചാറും പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ചിന്. അങ്ങനെ ആമി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ ട്യൂഷൻ മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആമയെ ട്യൂഷന് വിടണമെന്നേ. അങ്ങനെ 2 മണി തൊട്ട് 3 മണി വരെയാണ് അവൾക്ക് ട്യൂഷൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് അവളെ വിളിക്കാൻ പോയേക്കുകയാണ്. അപ്പോൾ എന്നോട് റെഡിയായി നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ, നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ട ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇടയ്ക്ക് ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതുപോലെ ഒരു ഡെയിലി വെയർ കുർത്തി പോലെ ഒരു സംഭവം എടുത്തുനിന്ന്. വലിയ കട്ടിയില്ല കേട്ടോ, കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ്. അടിയിൽ നമ്മൾ ഇന്നേഴ്സൊക്കെ ഇടണം, എന്നാലാണത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ലെഗിൻസും ഷോളും ഒക്കെയാണ് ഇതിൻ്റെ കൂടി പെയർ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ ശരവണ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ശരവണ സ്റ്റോറിൽ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു പാത്രം കൊടുക്കുന്ന സെക്ഷനിൽ. താഴെ ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് പഴയ പാത്രങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പാത്രങ്ങൾ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ബില്ല് തരും, ടോട്ടൽ എത്ര എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ആ ബില്ല് കൊണ്ടുപോയിട്ട് നമുക്ക് മേലെ പോയിട്ട് പുതിയ പാത്രങ്ങൾ മേടിക്കാം കേട്ടോ. അപ്പോൾ ഈ ബില്ലിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കാം. എക്സ്ട്രാ എമൗണ്ട് ആവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടായിരുന്നത് ഞാനതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എനിക്ക് നോൺ സ്റ്റിക്കിൽ അങ്ങനെ വെക്കുന്നത് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും അതിൻ്റെ സ്റ്റിക്കർ ഇളകി പോകുന്നത് കൊണ്ട് അത് ഒട്ടും ഹെൽത്തി അല്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടും ഇരുമ്പിലുള്ളതും മൺചട്ടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്കും 1021 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ബില്ല് കൊണ്ടുപോയി നമ്മൾ നേരെ പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മേലെയാണ് പാത്രത്തിൻ്റെ സെക്ഷൻ. എനിക്ക് തോന്നുന്നത് 8th ഫ്ലോറാണെന്നോ 8th or 7th ഫ്ലോറാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് പതിയെ സ്റ്റെപ്പ് വഴി നടന്നു പോകാം എന്നിങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എസ്കലേറ്ററിൽ പോകുന്നുണ്ട്, ആമിയും ഞാനും കൂടി ഇതുപോലെ സ്റ്റെപ്പ് വഴി നടന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചത് എന്നൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൺട്രോൾ പോവും, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ എടുക്കാനായിട്ട് തോന്നും കേട്ടോ. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും കൂടിയാണത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ എടുക്കാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. എന്താണ് എടുത്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണിക്കാം. അങ്ങനെ വൈകുന്നേരം ആയി, നമ്മളിവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കയറിയിട്ട് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് മേലെ തന്നെ ഫുഡ് കോർട്ടാണ്, 9ാമത്തെ നിലയിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. മൊത്തം 9 നിലയാണ് ഉള്ളത് ഈ നമ്മുടെ ശരവണ സ്റ്റോറിൽ. അങ്ങനെ അവിടെ കയറിയിട്ട് പരിപ്പുവടയും ചായയും പാവ് ബജിയും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പാത്രം എല്ലാം കൊണ്ട് വെച്ചതിന് ശേഷം പെട്ടെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് അവന്യൂ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. EA മാളെന്ന് പറയും, നമ്മളിവിടെ ചെന്നൈയിൽ ഫേമസ് ആണ് കേട്ടോ, അവിടെയാണ് വന്നത്. അപ്പോൾ ലൂസിഫർ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. നമ്മൾ തലേ ദിവസം തന്നെ വീട്ടിലിരുന്ന് ഞാനും ഹസ്ബൻഡും കൂടി ഈ സിനിമ കണ്ടതാണ്. എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൂസിഫർ ഒന്നുകൂടി കണ്ടത്. കുറേ തവണ കണ്ടതാണെങ്കിലും അതിൻ്റെ കഥ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി
തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. പക്ഷേ എന്നാലും ഹസ്ബൻഡിനൊരാഗ്രഹം നമുക്ക് പുറത്ത് പോയി കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്നുള്ളത്. തിയേറ്ററിൽ ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലായിരുന്നു ഇത് അന്ന് ഇറങ്ങിയ സമയത്ത്. അന്ന് ഞാൻ നാട്ടിലെന്തോ ആയിരുന്നു കേട്ടോ, എനിക്ക് ഓർക്കുന്നില്ല. ഹസ്ബൻഡ് പക്ഷേ തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി കണ്ടതാണ്, ഞങ്ങൾ പോയി കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്കിന്ന് എന്തായാലും ലൂസിഫർ ഇവിടെ വന്ന് കാണാം, കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തായാലും ലേറ്റായിട്ടാണെങ്കിലും കുഴപ്പമില്ല. നൈറ്റ് 7 മണിയുടെ ഷോയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ ഭക്ഷണം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ ഞങ്ങൾ വീക്കെൻഡിലാണ് പുറത്ത് പോവാറുള്ളത്. പിന്നെ EA മാളിലാണെങ്കിൽ തിയേറ്ററെല്ലാം ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. ചെറിയ സ്ക്രീനുകളാണ്, പക്ഷേ നമുക്ക് നല്ല കംഫർട്ടായിരിക്കും സീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാമായിട്ട് ഇരുന്ന് നമുക്ക് സിനിമ കാണാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഈ ഒരു EA മാളിലെ തിയേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലൂസിഫർ സിനിമയ്ക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. അങ്ങനെ പിന്നെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈഗ തിയേറ്റർ എന്ന് പറയും, ഇവിടെ ചെന്നൈയിൽ ഇതും ഫേമസ് ആണ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ശാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ടിഫിൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ടിഫിൻസാണ് കേട്ടോ കിട്ടുന്നത്, ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് 2 മസാല ദോശയും മേടിച്ചുകൊണ്ട് പോയി. ബട്ടർ ജാമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും മേടിച്ചിട്ടില്ല. 2 പാഴ്സൽ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു 10:30-11 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ കയറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചെന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ നമുക്കിനി കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.